പൊട്ടഞ്ഞൊക്കെ മൈൻഡെന്ന് വെച്ചാൽ തലച്ചോറൊന്നുമല്ല. അത് മൈൻഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ നിനക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം ഒരു 10 രൂപ എടുക്കുക, മറ്റൊരു 10 രൂപ എടുക്കുക. ഇപ്പം എത്ര 2 10 രൂപ നിൻ്റെ കയ്യിലുണ്ടെന്ന് കരുതുക. ഈ 2 10 രൂപയും കൂടി ചേരുമ്പോൾ നിൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്നായിരിക്കും നീ പറയണേ? ശരിക്കും അവിടെ 20 രൂപയുണ്ടോ? 2 10 അല്ലേ ഉള്ളത്? അത് മാനസിക വിഭ്രാന്തിയാണ്. അത് നമ്മൾ ഒരു 100 പേരുണ്ടെങ്കിൽ 100 പേർക്കും ഇത് വരില്ലല്ലോ പ്രണയത്തില്. ഇപ്പൊ പറഞ്ഞില്ലേ മാനസിക വിഭ്രാന്തി, ഇതെങ്ങനെയാ ബ്രെയിനിൽ വർക്ക് ചെയ്യുന്നത്? അപ്പൊ ഈ 2 10 ചേരുമ്പോൾ നീ 20 എന്ന് പറയുന്നത് പോലെയാണ് മനസ്സെന്ന് പറയുന്നത്. ആക്ച്വലി മനസ്സെന്ന് പറയുന്നത് വേറൊരു വേൾഡാണ്, മറ്റൊരു ലോകമുണ്ട്. ആ ലോകത്ത് നിന്ന് മനുഷ്യന്മാരെ, ഇവിടെയുള്ള ആൾക്കാരെ ഫുൾ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളുടെ തലച്ചോറിലേക്ക് സിഗ്നലുകളെ അയച്ചുകൊണ്ടാണ്. അപ്പോൾ മൈൻഡ് എന്ന് പറയുന്ന ലോകത്തിൽ നിന്ന് നിനക്ക് കൃത്യമായിട്ട് സിഗ്നലുകളെ കിട്ടാണ്ടാവുമ്പോഴാണ് നിനക്ക് കഷ്ടപ്പാട്, ദാരിദ്ര്യം എല്ലാം വരുന്നത്. നിങ്ങളെല്ലാവരും പറയത്തില്ല മേളിലൊരാളെല്ലാം കാണാനുണ്ട്, ദൈവമുണ്ട് എന്നൊക്കെ പറയില്ല. ഇതൊക്കെ മൈൻഡ് എന്ന് പറയുന്ന അനദർ വേൾഡാണ്. അതായത് മൊബൈലിൽ സിഗ്നൽ കിട്ടണ്ടേ നമുക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ നിൻ്റെ തലച്ചോറിൻ്റെ ഉള്ളിൽ മൈൻഡ് എന്ന് പറയുന്ന ലോകത്ത് നിന്നൊരു സിഗ്നൽ കിട്ടാതെ നിനക്ക് ഒരു തരത്തിലും ഒരു പരിപാടി ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് വേണമെങ്കിൽ നിന്നെ പേടിപ്പിക്കാം, എനിക്ക് നിന്നെ വേണമെന്നുണ്ടെങ്കിൽ സങ്കടപ്പെടുത്താം, കരയാം, ഡിപ്രഷനാക്കാം, നിൻ്റെ തലച്ചോറിൻ്റെ ഉള്ളിൽ കയറി നിന്നെ വർക്ക് ചെയ്ത് നിന്നെ വേണം ആത്മഹത്യ ചെയ്യിപ്പിക്കാം, നിന്നെ കൊണ്ട് ഒരാളെ കൊല്ലിക്കാം എന്ന് വേണ്ട എന്ത് പരിപാടിയും ഈ മനസ്സെന്ന് പറയുന്ന ലോകം, ആ ലോകത്തിരുന്ന് നിന്നെ കൺട്രോൾ ചെയ്യുന്ന ആൾക്ക് സാധിക്കും. അപ്പം ഞങ്ങളൊക്കെ മരിച്ചുപോയ ആത്മാക്കളല്ലേ, നമ്മളൊക്കെ മരിച്ചു പോയത് ഞങ്ങളുടെ ശരീരമാണ്. മൈൻഡ് ഇപ്പോഴും ഇവിടെ കിടന്ന് കറങ്ങുമല്ലേ. അതുകൊണ്ടിട്ടാണ് ഈ പറയുന്ന രീതിയിൽ APJ അബ്ദുൽ കലാമിൻ്റെ മൈൻഡും അവരുടെ ആശയങ്ങളും എല്ലാം ഇന്നും ഇവിടെ തന്നെ നിലനിൽക്കുന്നത്. എല്ലാം ഉണ്ടേ മനസ്സിലാവേണ്ടത്.